രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ CMA സ്റ്റുഡൻസിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒന്ന്, ഇന്നലെ ഫൗണ്ടേഷൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഫൗണ്ടേഷൻ റിസൾട്ട് വന്ന ആൾക്കാർ ജനുവരി 31 മുമ്പ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അടുത്ത 2024 ജൂണിലേക്ക് ഒരു ഗ്രൂപ്പ് എക്സാം എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി CMA ഫൗണ്ടേഷൻ റിസൾട്ട് കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം മാത്തമാറ്റിക്സിലൊക്കെ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്രാവശ്യം അങ്ങനെ ഒരു പരാതികളൊന്നുമില്ല. ഓവറോൾ നല്ല റിസൾട്ടാണ്, കൂടുതൽ ആൾക്കാരും പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ CMA ഇൻ്റർമീഡിയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ടുള്ള, നമുക്ക് ഈ കോഴ്സുകളൊക്കെ പഠിക്കുന്നത് നല്ല ജോലി കിട്ടാനും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ CMA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു സ്പൂൺ ഫീഡിങ് മെത്തേഡിലൊക്കെ കാര്യങ്ങൾ പഠിച്ചു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജോലിക്ക് ആവശ്യമായ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. അപ്പം നല്ല രീതിയിൽ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടും കരിയർ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് പഠിക്കുന്ന തരത്തിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജനുവരി 15 APSൻ്റെ ഇൻ്റർമീഡിയറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗ്രൂപ്പ് 1ൻ്റെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊരു കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി CMA ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇൻ്റർമീഡിയറ്റ് എക്സാം ജൂണിൽ എഴുതാൻ ആഗ്രഹിക്കുന്നു, ഓൾറെഡി എക്സാമൊക്കെ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് തീരെ എന്തായാലും ഒരു അറ്റംപ്റ്റും കൂടി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്കും പഠിച്ചു തുടങ്ങേണ്ട ഒരു ടൈം ഇപ്പോഴായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. അതേപോലെ ഇൻ്റർമീഡിയറ്റ് ജയിക്കും, എക്സാം എന്തായാലും ജയിക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഒരു ട്രെയിനിങ് എത്രയും പെട്ടെന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി മാൻഡേറ്ററി എന്നുള്ള രീതിയിലും കുറച്ചും കൂടി ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പം പുതിയ അപ്ഡേഷനും കാര്യങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ ട്രെയിനിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യുക, സ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജയിച്ച എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻസ്.